ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു പോമാണ്. പോം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് തൊട്ട് മുൻപായിട്ട് നമ്മളൊരു സ്റ്റോറി പഠിച്ചിട്ടുണ്ട്. ഫ്ലൈയിങ് കൈറ്റ്സ് എന്നാണ് സ്റ്റോറിയുടെ പേര്. അത് നമ്മുടെ ചാനലിലെ ക്ലാസ് 2 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കവിത എന്താണെന്ന് നോക്കാം. കവിതേൻ്റെ ടൈറ്റിൽ എന്താണ്? നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ കളർ കൈറ്റ്സ് എന്നാണ്. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടങ്ങൾ അല്ലേ. കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങൾ. അപ്പം എന്താണ്? വർണ്ണപ്പട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു പോയത്തിൻ്റെ ടൈറ്റിൽ. ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. റെഡ് കൈറ്റ്സ്, ബ്ലൂ കൈറ്റ്സ് ഫ്ലൈയിങ് ബൈ, യെല്ലോ കൈറ്റ്സ്, ഗ്രീൻ കൈറ്റ്സ് സെയിലിംഗ് ഇൻ ദ സ്കൈ. They fly high and they fly low, twirling, whirling round they go. Red kites, blue kites flying by, yellow kites, green kites sailing in the sky. സിമ്പിൾ ആയിട്ടുള്ളൊരു പോമാണ്. അപ്പോൾ നമുക്ക് മലയാളം എക്സ്പ്ലനേഷൻ പറയാം. റെഡ് കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന പട്ടങ്ങൾ. ബ്ലൂ കൈറ്റ്സ് നീലപ്പട്ടങ്ങൾ. ഫ്ലൈയിങ് ബൈ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിലിങ്ങനെ പറക്കുകയാണ് അവർ. അരികിലായിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ടിങ്ങനെ പറക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ? അതേപോലെ. യെല്ലോ കൈറ്റ്സ്, ഗ്രീൻ കൈറ്റ്സ്. യെല്ലോ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പട്ടങ്ങൾ. ഗ്രീൻ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടങ്ങൾ. സെയിലിംഗ് ഇൻ ദ സ്കൈ. സെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ സെയിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കപ്പലിങ്ങനെ കടലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കില്ലേ, ഒഴുകിപ്പോവില്ലേ, അതേപോലെ ഇവിടെ പട്ടങ്ങൾ ആകാശത്തുകൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഓക്കെ, അതാ പറയുന്നത് സെയിലിംഗ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ ഇങ്ങനെ പട്ടങ്ങൾ പറന്ന് നടക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദേ ഫ്ലൈ ഹൈ ആൻഡ് ദേ ഫ്ലൈ ലോ. അതായത് ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് പട്ടങ്ങളെയാണ് കേട്ടോ. പട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൈ ഹൈ, നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ട്. പിന്നെയോ ആൻഡ് ദേ ഫ്ലൈ ലോ, ചില പട്ടങ്ങളൊക്കെ താഴെയായിട്ടും പറക്കുന്നുണ്ട്. ട്വീലിംഗ്, വേർലിംഗ്, റൗണ്ട് ദേ ഗോ. ട്വീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങില്ലേ, അതിനാണ് ട്വീലിംഗ് എന്ന് പറയുക. വേർലിങ്ങും മീനിങ് അത് തന്നെയാണ്, കറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് ഒന്ന് ശക്തിയായിട്ട് സ്പീഡിൽ കറങ്ങുന്നുണ്ട്, അതിനെയാണ് വേർലിംഗ് എന്ന് പറയുക. റൗണ്ട് ദേ ഗോ, അവരങ്ങനെ വട്ടത്തിൽ കറങ്ങി അങ്ങനെ പോകുന്നുണ്ട്. റെഡ് കൈറ്റ്സ്, ബ്ലൂ കൈറ്റ്സ് ഫ്ലൈയിങ് ബൈ. അപ്പം റെഡ് കൈറ്റ്സ് ചുവന്ന പട്ടങ്ങൾ, ബ്ലൂ കൈറ്റ്സ് നീലപ്പട്ടങ്ങൾ, ഫ്ലൈയിങ് ബൈ ഇങ്ങനെ പറക്കുന്നുണ്ട് ആകാശത്തിൽ അല്ലേ. യെല്ലോ കൈറ്റ്സ്, ഗ്രീൻ കൈറ്റ്സ് സെയിലിംഗ് ഇൻ ദ സ്കൈ. മഞ്ഞപ്പട്ടങ്ങളും പിന്നെന്താണ്? ഗ്രീൻ കൈറ്റ്സ് പച്ചപ്പട്ടങ്ങളും സെയിലിംഗ് ഇൻ ദ സ്കൈ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അവരിങ്ങനെ പട്ടം ഇങ്ങനെ പറക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു പോം പറയുന്നത്. അപ്പം ഈ ഒരു പോയത്തിൽ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പട്ടമാണ്, കളർഫുൾ ആയിട്ടുള്ള പട്ടം. അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളതും അല്ലേ. കളർ കൈറ്റ്സ്, വ്യത്യസ്തമായ കളറിലുള്ള പട്ടം. അത് ഇങ്ങനെ ആകാശത്ത് പറക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയാണ് ഈ ഒരു കവിതയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പോം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.